ആരാ? ഓ, ഷോക്ക് അടിച്ചതായിരിക്കും. സ്വിച്ച് കേടാ. സ്വിച്ച് കേടാണെങ്കിൽ മാറ്റാത്തത് മനഃപൂർവ്വം മാറ്റാത്തതാ. അതെന്ത്? അതങ്ങനെയാ. പിന്നെ തഹസിൽദാരെ കാണാനാണെങ്കിൽ ആഫീസ് ചെല്ലണം. ഞാൻ പുതിയ തഹസിൽദാരാ. പേര് രാമകൃഷ്ണൻ. പ്രിയദർശിനി അമ്മ തഹസിൽദാർ വീട് ഒഴിഞ്ഞില്ലേ, ഞാൻ പെട്ടി സാധനങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പെട്ടികളാർക്കട്ടെ സാർ. ഞാൻ പറയാടോ. വീട് ഒഴിപ്പിക്കാൻ വന്ന മഹാനാരാ? ഞാനാ ഇപ്പോഴും ഇവിടുത്തെ തഹസിൽദാർ. പ്രിയദർശിനി അമ്മ? അമ്മയും ചേച്ചിയൊന്നുമല്ല. യെസ്, പ്രിയദർശിനി. മേഡം ഇത്ര ചെറുപ്പാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അതിവിടെ പ്രസക്തമായ ഒരു കാര്യമില്ല. തൽക്കാലം ചാർജ് ഒഴിയാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഈ വീടും. എന്നെ ഇവിടെ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് മേഡം. ഒരു കസേരയിൽ 2 പേർക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. മേഡത്തിന് ഇവിടുന്ന് ട്രാൻസ്ഫറും എനിക്കിവിടെ പോസ്റ്റിങ്ങും. എന്റെ ട്രാൻസ്ഫറിന്റെ കാര്യം നിങ്ങളല്ലല്ലോ തീരുമാനിക്കേണ്ടത്. എന്റെ പോസ്റ്റിങ്ങിന്റെ കാര്യം എനിക്ക് തീരുമാനിക്കാമല്ലോ. ബോർഡിലുള്ള പ്രമാണിമാർക്ക് നിങ്ങളുടെ പോസ്റ്റിങ്ങിനേക്കാൾ പ്രധാനം എന്റെ ട്രാൻസ്ഫർ ആണെന്ന് എനിക്കറിയാം. അധികാരികളുടെ വിടുപണി ചെയ്യാൻ പ്രിയദർശിനി കിട്ടില്ലെന്ന് മനസ്സിലായപ്പോ കൂടുതൽ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. പെട്ടിയിൽ ഇറക്കാറായോ? ഒരേ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന ഒരു സഹജീവിയാണ് ഞാനെന്നുള്ള പരിഗണന വേണ്ട. ഞാനൊരു മനുഷ്യജീവിയല്ലേ. എനിക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു തീരും മുമ്പ് മുഖത്തടിച്ചതുപോലെ വാതിൽ കൊട്ടിയടച്ചത് ധിക്കാരമാണ്. ഇവിടെ റവന്യൂ ബോർഡുണ്ട്, ഈ ഡിസ്ട്രിക്റ്റിൽ ഒരു കലക്ടറുണ്ട്, സംസ്ഥാനത്ത് വകുപ്പ് മന്ത്രിയുണ്ട്, ഭരണകൂടമുണ്ട്. കേവലം ഒരു തഹസിൽദാരായ നിങ്ങൾ എന്നെ പേടിപ്പിക്കാൻ നോക്കുകയാണ്. ഞാൻ ടാക്സി പിടിച്ച് പെട്ടി സാധനങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. 1/2 മണിക്കൂർ സമയം തരുന്നു. അതിനു മുമ്പ് വീട് ഒഴിഞ്ഞില്ലെങ്കിൽ ജനലടക്കം ഞാൻ സമ്മതിക്കില്ല. മര്യാദക്ക് വീട് ഒഴിയുന്നത് നല്ലത്. സമ്മതിക്കില്ലേ? പെണ്ണുമ്പിള്ളേ, എന്റെ ദേഷ്യം കൂടും തോറും നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്ന ഭവിഷ്യത്തിന്റെ ആക്കം കൂടുകയുള്ളൂ എന്ന് മനസ്സിലാക്കുന്നത് നന്നായി. ആ തങ്കപ്പമ്പിള്ള വന്നോ? അപ്പൊ വന്നില്ല? വന്ന ഉടനെ എന്നെ കാണാൻ പറയൂ. വെട്ടിങ് സാധനങ്ങൾ ഇറക്കട്ടെ സാർ. തഹസിൽദാർ അകത്തുണ്ടോ? എന്താ കാര്യം? കാര്യം, ഞാൻ കണ്ണപുരത്ത് ഡെപ്യൂട്ടി തഹസിൽദാരായിരുന്നു. ഇപ്പൊ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി തഹസിൽദാരായിട്ട്. ആ സാർ ഇരിക്കും. ഇരിക്കണമെന്നില്ല, ഞാൻ മേഡത്തിനെ ഒന്ന് കാണട്ടെ. ആളെത്തിയല്ലോ അല്ലേ? സർ, അതാണ് മുറി. ഞാൻ മാപ്പ് പറയാൻ വന്നതാണ്. ഞാനങ്ങനെ ക്ഷോഭിച്ച് സംസാരിക്കാൻ പാടില്ലായിരുന്നു, പ്രത്യേകിച്ചും ഒരു സ്ത്രീയോട്. ഞാൻ കാരണം ഒരു ഗ്ലാസും പൊട്ടി. ഗ്ലാസ് ഞാൻ വാങ്ങിച്ചു തന്നേക്കാം. എവിടാ നാട്? നാട് ഇന്ത്യ. അയ്യോ മേഡം ഭയങ്കര തമാശക്കാരിയാണല്ലോ. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. പുറത്തു പോണം, ഞാൻ ഡ്യൂട്ടിയിലാണ്. ഇന്ററപ്റ്റ് ചെയ്യാൻ ഒരാളെ ഞാൻ സമ്മതിക്കാറില്ല. മേഡം എന്നോട് ഇത്തിരി ദയവ് കാട്ടണം. എൻ്റെ 2 പെങ്ങന്മാർക്ക് ഇവിടുത്തെ കോളേജിൽ അഡ്മിഷൻ പറഞ്ഞു വെച്ചിരിക്കുക. വീട്ടു സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് അമ്മ നാട്ടിൽ കാത്തിരിക്കുക. തഹസിൽദാരായി പ്രൊമോഷനായിട്ട് എൻ്റെ ആദ്യത്തെ പോസ്റ്റിംഗ് ആണിത്. മേഡം നല്ല മനസ്സ് വിചാരിച്ച് എനിക്ക് ചാർജ് ഒഴിഞ്ഞു തന്നില്ലെങ്കിൽ എൻ്റെ കാര്യം. ഇയാൾക്ക് കോമൺ സെൻസ് ഇല്ലേ? കാര്യം പറഞ്ഞ മനസ്സിലാവില്ലേ? പുറത്തു പോവാൻ. മേഡം ഞാൻ ഇയാൾ എന്നെ ജോലി ചെയ്യാൻ സമ്മതിക്കുന്നില്ല. മേഡം ഞാൻ ഗെറ്റ് ലോസ്റ്റ് ഐ സേ.
പെട്ടിയും സാധനങ്ങളൊക്കെ ഇറക്കട്ടെ സാർ. ഇയാൾ പെട്ടിയ സാധനങ്ങളൊക്കെ തീയിലിട്ട് ചുടറോ? വരൂ വരൂ. താങ്ക് യു സോ മച്ച്. വരുമെന്ന് വിചാരിച്ചതല്ല. സമാധാനമായി. അകത്തോട്ടിരിക്കാം. ത്രേസ്യമ്മേ, ഓ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയല്ലേ? റെഡി. വരൂ, കഴിക്കൂ. പെട്ടെന്നുള്ളൊരു വട്ടമേശ സമ്മേളനം ആയതുകൊണ്ട് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. ആളൊരു ഭക്ഷണപ്രിയനാണെന്ന് ശരീരം കണ്ടാൽ അറിയാം. മാഡം ഇത്ര സിമ്പിൾ ആണെന്ന് ഞാൻ അറിഞ്ഞില്ല. സത്യത്തിൽ ഞങ്ങളാണ് ക്ഷമയോദിക്കുന്നത്. ഞങ്ങളല്ല, താൻ. ഞങ്ങൾ നോവലിസ്റ്റുകൾ ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കുമ്പോൾ കഥാപാത്രത്തിന്റെ പ്രവൃത്തിയിലൂടെ, കഥാപാത്രത്തിന്റെ സംസാരത്തിലൂടെ ഒരു സ്വഭാവം വരച്ചു കാട്ടും. കഥ ഏതൊക്കെ വഴിത്തിരിവുകളിലൂടെ കടന്നുപോയാലും കഥാപാത്രത്തിന്റെ അടിസ്ഥാന സ്വഭാവം ആദ്യ അവസാനം ഒന്ന് തന്നെയായിരിക്കും. അങ്ങനെ ഒരു ലോജിക് മാഡത്തിന്റെ സ്വഭാവത്തിൽ കാണാനില്ല. ഈ തപ്പിലെ പോലെ ചാടിക്കടിക്കും, അടുത്ത നിമിഷം മാൻപേടയാകും. വാട്ട് ഈസ് ദിസ്? ഈ ലോകത്തുള്ള കോടിക്കണക്കിന് ആളുകളുടെയും മനസ്സ് പഠിച്ച ആളാണോ ഒരു നോവലിസ്റ്റ്? എന്നല്ല, പിന്നെ എനിക്ക് ഈ കഥാപാത്രത്തെ ഒന്ന് പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പഠിപ്പിച്ചാലും അത് പഠിക്കാനുള്ള കഴിവ് തനിക്കുണ്ടെന്ന് തോന്നുന്നില്ല. സ്ത്രീ തന്റെ ആജന്മ ശത്രുവാണെന്ന് പറഞ്ഞല്ലോ. തന്റെ അമ്മ തന്റെ ശത്രുവാണോ? പെങ്ങള് ശത്രുവാണോ? അതോ അമ്മ പെങ്ങന്മാരൊന്നും ഇല്ലാത്തവനാണോ താൻ? തന്റെ പൈങ്കിളി നോവലിലെ ഏതു നേരവും ദിവാസ്വപ്നം കണ്ടുകൊണ്ട് നടക്കുന്ന വിഡ്ഢിക്കോതയല്ല യഥാർത്ഥ സ്ത്രീ. ഒരു പുരുഷനും യഥാർത്ഥ സ്ത്രീ അറിയില്ല, അവളുടെ മനസ്സറിയില്ല. IAS കാരനായ കളക്ടർ മുൻപിൻ നോക്കാതെ എന്നെ സസ്പെൻഡ് ചെയ്തു. കാരണം സ്ത്രീ അറിയാനുള്ള പഠിത്തം ആ ഇഡിയറ്റിനുമില്ല. എന്തുകൊണ്ട് ഞാൻ ഇയാളെ പൂട്ടിയിട്ടു? പൂട്ടിയിടുമ്പോ എന്റെ മനോവികാരം എന്തായിരുന്നു? അത് ചോദിക്കാനുള്ള ബുദ്ധി പോലും അയാൾക്കില്ല. കഥാപാത്രത്തെ പഠിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. പഠിപ്പിക്കാടോ, പഠിപ്പിക്കാം എല്ലാരെയും. ഐ എം എ സെൽഫ് മെയ്ഡ് വുമൺ. ഒരുത്തിന്റെ ഔദാര്യം ഇല്ലാതെയാണ് സ്വയം ഈ നിലയിലെത്തിയത്. ആരും എന്നെ തോൽപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ തോൽവി ആഘോഷിക്കാൻ ഞാൻ അതിലും ഭേദം മരണമാണ്. എന്റെ മരണമാണ് നിങ്ങൾ ആഘോഷിക്കേണ്ടത്. മരിക്കാം, മരിക്കാൻ ഞാൻ. Yes, I'll kill myself. മരിക്കാൻ ഞാൻ, മരിക്കാം. രാമകൃഷ്ണ, എന്നെ കാശത്തുമ്പോ എന്ന നോവലിലെ നായിക രാഗിനെ പോലെ വെയിൻ കട്ട് ചെയ്ത് മരിക്കാനുള്ള പുറപ്പെടാൻ തോന്നുന്നു. നീ കത്തി പിടിച്ചു വാങ്ങ. എന്റെ കർത്താവേ, തഹസിൽദാരെ ബലാത്സംഗം ചെയ്യുന്നേ. അവനത് ചെയ്യും. അവന്റെ എല്ലാ നോവലിലും ഉണ്ടല്ലോ ഒന്ന് രണ്ട് റേപ്പ്. ഈ എഴുത്തുകാരന്റെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളാണല്ലോ അവന്റെ രചനയിലൂടെ പുറത്തു വരുന്നത്. സാർ ഒന്ന് ചുമ്മാതിരിക്കുന്നുണ്ടോ? ഒരു തഹസിൽദാരെ വീട്ടിൽ കയറി റേപ്പ് ചെയ്യാനുള്ള ധൈര്യമൊന്നും കോട്ടപ്പുറത്തിനില്ല. അതില്ലാത്തതുകൊണ്ടാണല്ലോ മറ്റൊരുത്തിന് കൂട്ടുപിടിച്ചിരിക്കുന്നത്. എനിക്ക് വിശ്വസിക്കാൻ മേല. പിന്നെ എന്ത് പാടോ? പത്രങ്ങളിൽ മുഴുവൻ വെണ്ടക്കയിൽ വാർത്ത കൊടുത്തിരിക്കുന്നത്. അതിന് പത്രം എന്റെ മുഖത്തോട്ടെറിയുന്ന എന്തിന്? സാർ വാരികയുടെ ഉടമസ്ഥനും ഞാൻ അതിന്റെ എഡിറ്ററുമാണ്. അല്ലാതെ സാറ് ജന്മിയും ഞാൻ കുടിയാനൊന്നുമല്ല. അത് ഓർമ്മ വേണം. എന്റെ വിഷമം താൻ മനസ്സിലാക്കാത്ത എന്താ? ഈ കിഴങ്ങന്റെ നോവല് വരാൻ തുടങ്ങിയ പിന്നെ നമ്മുടെ വാരികയൊന്ന് പച്ച പിടിക്കാൻ തുടങ്ങിയത്. ഇവൻ വല്ല കേസിലും പെട്ട അകത്തായ സാഗർ കോട്ടപ്പത്തിന്റെ നോവൽ ഇതാ വരുന്നു എന്നും പറഞ്ഞ് അനൗൺസ് ചെയ്തിട്ട് ആഴ്ച 3 ആയി. ജയിലിനകത്തിരുന്നു എഴുതാമല്ലോ. താൻ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. ഇത് കേസ് റേപ്പാ. പോലീസുകാർ കൈയും കാലും തല്ലി ഒടിച്ചാ പിന്നെ ശരീരത്തിന്റെ ഏത് ഭാഗം വെച്ചാ എഴുതുന്നേ? പല്ലു വെച്ചോ, അതോ മൂക്ക് വെച്ചോ, അതോ മറ്റേതെങ്കിലും വെച്ചോ?